അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്കറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോട് കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും ഒരു സത്യവിശ്വാസിയെ വഴിതെറ്റിക്കുവാൻ ശൈത്വാന് പലവിധ വഴികളുമുണ്ട്. അവൻ അള്ളാഹുവിനോട് ശാപം ഏറ്റുവാങ്ങുമ്പോൾ അവൻ പറഞ്ഞത് അന്തിർനി ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാന ദിവസം വരെ എന്നെ പിന്തിച്ചു തരണം, എനിക്ക് ജീവിക്കാൻ അവസരം തരണം, ഞാൻ നിൻ്റെ മാർഗത്തിലേക്ക് വരുന്നവരെ, അല്ലെങ്കിൽ സത്യവിശ്വാസികളും സൽക്കർമ്മം ചെയ്യുന്നവരുമായ ആളുകളെ അവർ കാണാത്ത വഴിയിലൂടെ അവരെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും അതുപോലെ വലത്തു നിന്നും ഇടത്തു നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും വഴിതെറ്റിച്ചു കൊണ്ടേയിരിക്കും. ഇത് സൂറത്തുകളിൽ വിവിധങ്ങളായ സൂറത്തുകളിൽ ഖുർആൻ വ്യക്തമാക്കിയ കാര്യമാണ്. ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു എന്ന് പറഞ്ഞ ശേഷമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറയേണ്ടത്. ആദ്യം ശൈത്താനെ തൊട്ട് കാവലാക്കിയ ശേഷം വേണം ഒരു കാര്യം തുടങ്ങാൻ എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. ഈ പിശാചിൻ്റെ വഴിതെറ്റിക്കലിൽ നിന്ന് സാധാരണക്കാരനെന്നോ പണ്ഡിതന്മാരെന്നോ പ്രവാചകന്മാരെ വരെ വഴിതെറ്റിക്കാൻ ഈ ശൈത്താന്മാർ ശ്രമിച്ചിരുന്നു. ആദ്യമായി അവൻ വഴിതെറ്റിച്ചത് അള്ളാഹുവിൻ്റെ കഥ കൊണ്ടാണെങ്കിലും ആദം നബി അലൈഹിസ്സലാമിനെ ആയിരുന്നു എന്നുമൊക്കെ നമുക്കറിയാം. നമ്മിൽ പലരും കരുതുന്നത് ഞാൻ ഇന്നൊരു ഉസ്താദിൻ്റെ അല്ലെങ്കിൽ ഇന്ന ഒരു ഷെയ്ഖിൻ്റെ പിന്തുടർച്ചാവകാശിയാണ്, എന്നെ അല്ലെങ്കിൽ എൻ്റെ ഷെയ്ഖിനെ വഴിതെറ്റിക്കാൻ ഒരു കാരണവശാലും ചെകുത്താന് കഴിയില്ല, അതുകൊണ്ട് ഞാൻ സേഫാണ്, എൻ്റെ ഷെയ്ഖിൻ്റെ വർത്തമാനം മാത്രം കേട്ടാൽ മതി എന്ന് പറയും. പിന്നീട് കുറച്ചു കാലം കഴിയുമ്പോഴാണ് ആ ഷെയ്ഖിനെ പറ്റി വരെ വിശ്വസിക്കാൻ കൊള്ളാത്ത രൂപത്തിലുള്ള അപവാദങ്ങൾ പറയപ്പെടുന്നത്. അപ്പോൾ ഈ പിന്തുടർന്നവൻ പറയും
എൻ്റെ നാശം ഞാൻ ഇയാളെയാണോ പിന്തുടർന്നുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് മാറുന്ന ഒരു പക്ഷേ അയാളെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിൽ തന്നെ ഒരു ആയത്ത് പറയുന്നുണ്ട്, കുൽ ഹൽ അദുല്ലുക്കും ബിൽ അഹ്സരീന അഹ്മാല. ഞാൻ നിങ്ങൾക്ക്, കുൽ നബിയെ തങ്ങൾ പറയണം, ഹൽ അദുല്ലുക്കും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ, ബിൽ അഹ്സരീന അഹ്മാല അമലുകളെ കൊണ്ട് നഷ്ടപ്പെട്ടവർ ആരാണെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ. അല്ലദീന വല്ല സയ്യുഹും ബിൽ ഹയാത്തി ദുനിയ, ഒരു വിഭാഗം ആളുകൾ അവരുടെ ചുവടുകൾ ദുനിയാവിൽ നിന്ന് പിഴച്ചു പോയിരിക്കുന്നു. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുന, എത്തരത്തിലാണ് പിഴച്ചു പോയത്? അവർ വിചാരിക്കുന്നത് ഞങ്ങൾ നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ധാരണയോടെ തെറ്റ് ചെയ്യുന്നവർ, അവരാണ് അമലുകൾ കൊണ്ട് അഹ്സര്യങ്ങൾ എന്ന് വെച്ചാൽ അങ്ങേയറ്റം നഷ്ടം ബാധിച്ചവർ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇവിടെയാണ് ഇത്തരം ആളുകളെയാണ് ഇബ്ലീസും അവൻ്റെ ആളുകളും എപ്പോഴും കൂട്ടുപിടിക്കുന്നത്. ഈ ശൈത്താൻ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലുള്ള ശൈത്താൻ മാത്രമല്ല മനുഷ്യരിലും ശൈത്താനുണ്ട്. ശൈത്താൻ്റെ പിഴപ്പിക്കൽ ഇപ്പോഴും നമ്മൾ കാവൽ തേടേണ്ടതും നമ്മൾ ആരും ചിന്തിക്കുന്നതിലും അപ്പുറവുമാണ്. ഒരു സംഭവം പറയുന്നത്, ഈ ശൈത്താൻ പിഴപ്പിക്കുമ്പോൾ ഒരു പണ്ഡിതനായ ഒരു ആബിദായ മനുഷ്യനെ പിഴപ്പിക്കുന്നത് ശൈത്താനെ ഒരു ജാഹിലായ മനുഷ്യനെ പിഴപ്പിക്കുന്നതിനേക്കാൾ സന്തോഷമുള്ള കാര്യമാണ്. ആദ്യമായി ലോകത്ത് വിഗ്രഹാരാധന ശൈത്താൻ നടപ്പിലാക്കിയ കഥ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതായത് ആദം നബി അലൈഹി ഇസ്ലാമിന് ശേഷമുള്ള തലമുറകളിൽ നൂഹ് നബിയുടെ കാലത്തൊക്കെ അവരുടെ ഇടയിൽ ജീവിച്ചിരുന്ന നല്ല നല്ല മനുഷ്യന്മാർ, ഇപ്പം നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയില്ല നല്ല മനുഷ്യന്മാർ, MLA അങ്ങനെയൊക്കെ പറയുന്ന നല്ല നല്ല മനുഷ്യന്മാരുണ്ടാവുമല്ലോ, പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ. എല്ലാ ആളുകൾക്കും നല്ലത് മാത്രം പറയാനുള്ള ചില ആളുകൾ എല്ലാ കാലത്തും സമൂഹത്തിൽ ജീവിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവർ മരിച്ചുപോയ ശേഷം ഇബ്ലീസ് ഒരു സമൂഹത്തിലേക്ക് വരികയാണ്. എന്നിട്ട് അവരോട് പറയുന്നു, ഇവരെ വെല്ലിപ്പാനെ പറ്റിയാണ് പറയുന്നത്, ഇന്ന മനുഷ്യനെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇവരൊന്നും മനസ്സിൽ നിന്ന് മറക്കാത്ത ആളുകൾ. ഇപ്പോൾ കേരളീയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ഒരാൾ വന്നിട്ട് ചോദിക്കുക, CH മുഹമ്മദ് കോയ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? APJ അബ്ദുൽ കലാമിനെ ഓർക്കുന്നുണ്ടോ? EK നായനാരെ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയുമല്ലോ, നമുക്ക് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്ത മനുഷ്യനാണ് എന്ന് പറയാറുണ്ടല്ലോ. എന്നതുപോലെ ഇവരെയൊക്കെ പേര് കേട്ടപ്പോൾ ഇബ്ലീസ് ഈ ആളുകൾ നിന്ന് കരയാൻ തുടങ്ങി. അവരൊക്കെ അത്രയും നല്ല മനുഷ്യരായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ടിരുന്ന മനുഷ്യരായിരുന്നു, അതുപോലെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്ത മനുഷ്യരായിരുന്നു എന്നിങ്ങനെ അവരെപ്പറ്റി നന്മകൾ മാത്രമേ ഈ ജനങ്ങൾ പറയുന്നുള്ളൂ. അപ്പോൾ ഈ ജനങ്ങളോട് ചോദിച്ചു, ഇത്രയും നന്മയൊക്കെ ചെയ്ത മനുഷ്യന്മാരെ നിങ്ങൾ എന്തുകൊണ്ട് ഓർക്കുന്നില്ല? അപ്പം പറഞ്ഞു, ഞങ്ങൾ വല്ലപ്പോഴും അവരെ പേര് പറഞ്ഞാൽ മാത്രമേ ഓർക്കാറുള്ളൂ. അപ്പം ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, അവരെ ഓർക്കാൻ നല്ല ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അവരുടെ രൂപം കൊത്തി ഉണ്ടാക്കുക, എന്നിട്ട് നിങ്ങളെ വീട്ടിൽ സൂക്ഷിക്കുക, അല്ലെ നിങ്ങൾ പള്ളിയിൽ സൂക്ഷിക്കുക. അവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഈ പറയപ്പെട്ട ഈ മനുഷ്യരെ വിഗ്രഹം കാണുമ്പോൾ അവരെ ഓർമ്മിക്കാൻ കഴിയും എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചാണ് ലോകത്ത് ആദ്യമായി വിഗ്രഹാരാധന നടപ്പിൽ വരുത്തിയത് എന്ന് നമുക്ക് കസ്സുൻ നബിയൻ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും.
അങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. പിന്നെ ആ തലമുറ അവരെ കാണുമ്പോൾ ഇങ്ങനെ ഓർമ്മിക്കും. അപ്പോൾ അവരെ മക്കൾ വന്നപ്പോൾ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ ഉപ്പ ഇങ്ങനെ ഇവരെ കാണുമ്പോൾ ഇങ്ങനെ ഒരു ബഹുമാനത്തോടെ നിന്നിരുന്നു എന്ന് ഓർമ്മിക്കും. പിന്നെ എന്ത് ചെയ്ത് അവരെ മക്കൾ അതിനെ കാണുമ്പോൾ കൈകൂപ്പാൻ തുടങ്ങി. പിന്നെ അവരെ മക്കൾ വന്നപ്പോൾ ഇതിന് സുജൂദ് ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വിഗ്രഹങ്ങളെ ചെകുത്താൻ അല്ലെങ്കിൽ ഇബിലീസ് ദൈവങ്ങളാക്കി മാറ്റി ആരാധിക്കപ്പെടുന്ന വസ്തുക്കളാക്കിയത് എന്നാണ് ചരിത്രം. അതേപോലെ തന്നെ ഒരു ഇർഷാദുൽ ഇബാദ് പോലെയുള്ള കിതാബുകളിലൊക്കെ പറയുന്ന, സൂഫി കിതാബുകളിലൊക്കെ പറയുന്ന സംഭവം, ഒരു മനുഷ്യൻ വലിയ ആബിദാണ്, ഒരുപാട് വർഷം ഇബാദത്ത് ചെയ്തു, അയാൾക്ക് പകൽ സമയത്ത് നോമ്പും രാത്രി മുഴുവൻ നിസ്കാരവുമായി കഴിച്ചു കൂട്ടുന്ന ഒരു മനുഷ്യൻ, അയാളെ ഇബിലീസ് പഴപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം ഇബിലീസ് അയാളുടെ മുന്നിലേക്ക് വരികയാണ്. എങ്ങനെ വരുന്നതെന്നറിയോ? അന്തരീക്ഷത്തിൽ ഒരു മുസല്ല വിരിച്ചിട്ട് അതിലിരിക്കുക, നിലത്ത് തൊടുന്നില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, നിങ്ങളാരാണ്? അപ്പോൾ ഇബിലീസ് പറഞ്ഞു, ഞാൻ നിങ്ങളെപ്പോലെ ഇബാദത്ത് ചെയ്യുന്ന വലിയൊരു സൂഫിയാണ്. അപ്പം ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കഴിവ് കിട്ടിയത്? അപ്പം ഇദ്ദേഹം പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെയൊക്കെയാണ് ജീവിക്കുന്നത്, പക്ഷെ ഇങ്ങനെ കഴിവ് കിട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ട് നമ്മൾ തൗബ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിനേക്കാൾ ശക്തി ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇയാൾ പറഞ്ഞു, തെറ്റ് ചെയ്യുകയാണ്. എന്താ തെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരാളെ കൊല്ലണം. അപ്പോൾ ഈ സൂഫിയായ മനുഷ്യൻ പറഞ്ഞു, ഒരാളെ കൊല്ലുകയോ? ചിന്തിക്കാൻ പറ്റൂല. അപ്പോൾ ഇബിലീസ് പറഞ്ഞു കൊടുത്തു, പിന്നെ രക്ഷയില്ല, എന്തെങ്കിലും ലളിതമായ ചെറിയ തെറ്റുകൾ എന്തെങ്കിലും വേണേൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇയാൾ. എന്നാൽ നിങ്ങളൊന്ന് വ്യഭിചരിക്കണം എന്ന് പറഞ്ഞു. ഇയാൾ അതും തയ്യാറല്ല, അതും മഹാപാപമല്ലേ, ചെയ്യാൻ പറ്റൂല. അവസാനം ഇബിലീസ് പറഞ്ഞു കൊടുത്തെന്നൊരു കാര്യം ചെയ്യാം, നിങ്ങളൊരു ഗ്ലാസ് കള്ള് കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സൂഫി ചിന്തിച്ചു, അത് വലിയ കുഴപ്പമൊന്നുമില്ല, ആർക്കും ഉപദ്രവമില്ലാത്ത കാര്യമാണല്ലോ, ഒരു കള്ള് കുടിക്കാം. അങ്ങനെ ഇബിലീസിൻ്റെ ദുർബോധനത്തിൽ കുടുങ്ങി ഇദ്ദേഹം നാട്ടിലെ ഒരു മദ്യഷോപ്പിലേക്ക് പോവുകയാണ്. മദ്യഷോപ്പിൽ ചെന്നപ്പോൾ അവിടെ ഇങ്ങനെ ആരെയും പ്രത്യേകിച്ച് പുറമേക്ക് കൂടുതൽ ആളുകളൊന്നുമില്ല. അവിടെ മദ്യം വിളമ്പുന്നത് ഒരു സുന്ദരിയായ ഒരു യുവതിയാണ്. ആ യുവതി മദ്യം ഒഴിച്ചു കൊടുത്തു, ഇയാൾ മദ്യം വാങ്ങി കുടിച്ചു. മദ്യം വാങ്ങി കുടിച്ചപ്പം സ്വാഭാവികമായിട്ടും ഇയാളുടെ വികാര ചേതനകൾ ഉണർന്നു. അപ്പം ഈ യുവതിനെ അയാൾ കയറി പിടിച്ചു, അവളുമായിട്ട് വ്യഭിചരിച്ചു. അതും കണ്ടുകൊണ്ട് അവളുടെ ഭർത്താവ് വരുന്നു. പിന്നെ പിടിയും വലിയായി ആ ഭർത്താവിനെ ഇയാൾ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ഒരേ സമയത്ത് തന്നെ ഇയാളെ കൊണ്ട് മദ്യപിപ്പിച്ചു, വ്യഭിചരിപ്പിച്ചു, കൊലപാതകം നടത്തി. ഇത് ഇബിലീസ് സാധിക്കുന്നത് നമ്മുടെ മുന്നിൽ അതിഭീകരമായ തെറ്റുകളെ, അല്ലെങ്കിൽ നമ്മുടെ പൈതൃകത്തിലുള്ള നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മളോട് ഉത്ബോധനം ചെയ്ത കാര്യങ്ങളെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ട് വളരെ ലഘൂകരിച്ച് കാണിക്കുക, വളരെ അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ ചിന്തിക്കുക. അങ്ങനെ നമ്മെ തെറ്റിൽ അകപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ മേലിൽ കുരുക്ക് മുറുകി എന്ന് കാണുമ്പോൾ ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുള്ള, ഞാൻ നിൻ്റെ അടുത്ത് നിന്ന് ഒഴിവാന്ന്, ഞാനും നീയായിട്ട് ഇനി യാതൊരു ബന്ധമില്ല, നീ എന്ത് ചെയ്യുക, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നതുകൊണ്ട് നീ നിൻ്റെ പാട്ടിന് പോയിക്കോ എന്ന് പറഞ്ഞ് ഈ കുരുക്കിൽപ്പെട്ട മനുഷ്യനെ ഉപേക്ഷിച്ച് പോവുക എന്നതാണ് ശൈത്താൻ്റെ രീതി. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായി ഇത് തിരഞ്ഞെടുക്കാനുള്ള കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾ തന്നെ പെട്ടുപോയ വലിയൊരു ദുരന്തത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മുടെ പള്ളികളിൽ
വലിയൊരു മമ്പുറത്ത് നിന്ന് തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളിൽ നിന്ന് അടിച്ച ഒരു പോസ്റ്റർ ഉണ്ടാവുമായിരുന്നു, ഒരു കലണ്ടർ പോലെ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മമ്പുറം തങ്ങൾ നമുക്കെല്ലാം വളരെ ബഹുമാനത്തോടെ ഭയങ്കര വിശ്വാസത്തോടു കൂടി ആദരവോടു കൂടി നമ്മളെല്ലാം സമീപിക്കുന്ന കുത്തുബുസ്സമാൻ മമ്പുറം തങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് പാടിയ ഒരു കവിത. ആ കവിതയിൽ കുറേ വരികളുണ്ട്. എന്നിട്ട് അർബഅത്തുമീനത്തുയൂരി തൊയ്യിറു താവൂസുനാദി കുന്നുറാബുൻ നെസിറു എന്ന് തുടങ്ങുന്ന ബൈത്ത്. ആ ബൈത്തിൽ പറയുന്നുണ്ട്, അസ്ഹാബ് റൂസി ആഖിറൽ അയ്യാമി അഹ്സാബു ദജ്ജാൽ ഇമ്മിനൽ ഹുദ്ദാമി. അതായത് കമ്മ്യൂണിസ്റ്റുകാർ അവസാന കാലഘട്ടം വരുന്ന സമയത്ത് ദജ്ജാലിൻ്റെ ഖാദിമീങ്ങളായിരിക്കും. അസ്ഹാബ് റൂസി എന്ന് പറഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് റഷ്യ ആയിരുന്നു. റഷ്യ എന്നാണ് ഇവിടെയൊക്കെ കമ്മ്യൂണിസം വരുന്നത്. അതുകൊണ്ടാണ് മമ്പുറം തങ്ങൾ ദീർഘദർശനം നൽകിയത്. അസ്ഹാബ് റൂസി ആഖിറൽ അയ്യാമി, അവസാന കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ അഹ്സാബു ദജ്ജാൽ മിനൽ ഖുദ്ദാമി, ദജ്ജാലിൻ്റെ ഖാദിമീങ്ങളിൽപ്പെട്ട സൈന്യമായിരിക്കും, അതുകൊണ്ട് അവരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബൈത്തിൻ്റെ അവസാനം വരുന്നത് ഔക്കോയ ഹില്ലി ഉക്തുബെമ്മ കാലത്തി ഫിവഹിരി മിഹിറ ബിൽ മജീദിൽ ജുമുഅത്തി. എൻ്റെ സ്നേഹിതൻ ഔക്കോയ എൻ്റെ ഈ വാക്കുകൾ എന്ത് ചെയ്യണം, ഇത് രേഖപ്പെടുത്തി എഴുതി വെച്ചിട്ട് പള്ളിയുടെ മിഹിറാബിൻ്റെ അടുക്കൽ കൊണ്ടുപോയി എഴുതി വെക്കണം. വരും തലമുറ വരും തലമുറ ഗൗരവത്തോടെ ഇത് കാണണമെന്ന് മമ്പുറം തങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അത് നമ്മുടെ പള്ളികളിലെല്ലാം ഒരു കാലത്ത് ഒട്ടിച്ചു വെക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് മമ്പുറം തങ്ങൾ ഈ കമ്മ്യൂണിസത്തെ കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി സമുദായത്തെ ഉത്ബോധിപ്പിച്ചു. എന്നാൽ 1989-90 കാലഘട്ടങ്ങളിലായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആളുകൾ ചേർന്നുകൊണ്ട് ഇതിനെ ലളിതമാക്കാൻ തുടങ്ങി. എന്താ അവർ പറഞ്ഞത്? ഇബ്ലീസ് അയാളോട് പറഞ്ഞ പോലെ ഓർമ്മിക്കാൻ വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഇവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ വലിയ കുഴപ്പമില്ല, ഇവർ നമ്മളെ ഫാസിസത്തിനും ബി ജെ പിക്കാരടുത്തുനിന്നും RSSകാരടുത്തുനിന്നൊക്കെ നമ്മളെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നവരാണ്, അതുകൊണ്ട് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, അവരുമായിട്ട് സഹവർത്തിത്വം തേടുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ശൈത്താന്മാർ, അതായത് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശൈത്താന്മാർ പലർക്കും ദുർബോധനം നൽകി. അതിൻ്റെ പേരിൽ അവരുമായിട്ട് സഹകരിച്ചു. പിന്നീട് കാണുന്നത് നമ്മുടെ മുസ്ലിങ്ങളായ ആളുകൾ ഈ കമ്മ്യൂണിസത്തോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, മുസ്ലിമിനെ പോലെ തന്നെയാണ് കമ്മ്യൂണിസവും എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്ക് മാറുകയുണ്ടായി. അങ്ങനെ മാറി മാറി വന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ഒരു കാര്യം മനസ്സിലായി എല്ലാവർക്കും, ഇങ്ങനെ നമ്മളെ മുസ്ലിങ്ങൾ ഇവർ ചതിക്കുകയായിരുന്നു, ഇവരെ BJPക്ക് വേണ്ടിയിട്ട് പാലം വലിക്കുന്നവരാണ്, ഈ RSSുമായിട്ട് ഈ മുസ്ലിങ്ങളെ കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചവരായിരുന്നു എന്ന് ഇപ്പം നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടത്, ഇത് പാർട്ടീൻ്റെ ഒന്നും വിഷയമല്ല കേട്ടോ ഈ പറയുന്നത്, രാഷ്ട്രീയമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ രാഷ്ട്രീയമൊന്നും പറയൂല, ഇത് മതപരമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഈ വിഷയം ഇവിടത്തേക്ക് കൊണ്ടുവരാൻ കാരണം, നമ്മുടെ മുൻഗാമികൾ നമുക്ക് പറഞ്ഞു തന്നതിൽ നിന്ന് ഇബ്ലീസ് ദുർബോധനം നടത്തിക്കൊണ്ട് ഏത് രൂപത്തിലാണ് അതിഗൗരവമായ കാര്യങ്ങളെ വളരെ ലളിതമാക്കി നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കണം. ചില ആളുകൾ മരിച്ചു കഴിയുമ്പോൾ, അല്ലെ നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ സുഹൃത്തുക്കളിലൊക്കെ ആളുകൾ മരിച്ചു കഴിയുമ്പോൾ ഖബറടക്കി വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസവും 2 ദിവസവും ഭയങ്കര പേടിയും ബേജാറും ഉണ്ടാവും, പഠിച്ചോനെ ഞാൻ ഇതുപോലെ മരിക്കേണ്ടതല്ലേ. അതേസമയം 3-ാം ദിവസം ആകുമ്പോഴത്തേക്ക് ഈ ചെവുത്താൻ നമുക്ക് ദുർബോധനം തരും. അത് അവരങ്ങനെ പറഞ്ഞ ഉസ്താദ് അന്ന് വയല് പറഞ്ഞ പോലെ ഒന്നും അല്ല കാര്യം, അത് നമ്മളത്ര സീരിയസ് ആക്കി എടുക്കണ്ട എന്നുള്ള രൂപത്തിൽ ഗൗരവമായ കാര്യങ്ങളെ നമ്മുടെ മുന്നിൽ നിന്ന്
ലഘൂകരിച്ച് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുടെ അടുക്കൽ അദ്ദേഹത്തെ ചതിക്കാൻ വരെ ഇബ്ലീസും ശൈത്താനും ശ്രമിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കെല്ലാം ഈ ശൈത്താനെ അതിജീവിക്കാൻ അവരുടേതായ മാനസികമായ ഹിമ്മത്തും അത് തിരിച്ചറിയാനുള്ള കറാമത്തൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണക്കാർക്ക് അതൊന്നുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിൽ ഇടപെടുമ്പോഴും ശൈത്താനെ തൊട്ട് അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് മുന്നേറുക എന്നത് മാത്രമേ നമ്മുടെ മുന്നിൽ വഴിയുള്ളൂ. സമൂഹം മുഴുവൻ ദുഷിച്ചു കഴിഞ്ഞു. ഇനി ദുഷിക്കാൻ ബാക്കിയൊന്നുമില്ല. അവസാന കാലഘട്ടത്തിൽ ഒരു കാലം വരും. ആ സമയത്ത് ഒരാൾ റോഡിലൂടെ നടന്നു പോവുകയാണ്, കുറേ ആളുകൾ. അവിടെ ഒരു യുവതിയും യുവാവും ഉണ്ടാവും, പൂർണ്ണ നഗ്നരായിട്ട് ആ റോട്ടിൽ കടന്നിട്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്നു. അപ്പം അത് കാണുമ്പോൾ എല്ലാവരും മൈൻഡ് ചെയ്യാതെ നടന്നു പോകും. അങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ അവരെ നോക്കിക്കൊണ്ട് പറയത്രേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, നിങ്ങൾക്ക് കുറച്ച് മാറി കടന്നൂടെ, റോഡിലൂടെ മനുഷ്യന്മാർ നടക്കുകയല്ലേ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടാകും. അയാൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാൻ ഉണ്ടായിരിക്കും എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടം വരുന്നു. അപ്പം നമ്മുടെ ഈമാൻ ഓരോ ഘട്ടത്തിലും ചോദ്യം ചെയ്യപ്പെടുന്ന ഈ ഘട്ടത്തിൽ ഇബ്ലീസിൻ്റെ ലഘൂകരിക്കൽ കൂടിയാകുമ്പോൾ നാം പരാജയപ്പെട്ടവരിൽ പെട്ടുപോകും. എല്ലാവരും ഉപദേശിക്കാൻ എല്ലാവരും ഉണ്ടാകും. നമ്മളെ ഖബറിൽ കിടക്കാൻ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മളെ വിചാരണ നമുക്ക് ഒറ്റയ്ക്കാണ്. ന്യായീകരിക്കാനോ അതുപോലെ തന്നെ സംസാരിക്കാനോ തർക്കുത്തരം പറയാനോ പറ്റാത്ത ഒരു ചോദ്യം ചെയ്യലിൻ്റെ ഒരു കോടതിയിൽ ഹാജരാക്കപ്പെടേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അള്ളാഹു ഇരു ലോകത്തും വിജയിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.